ന്യൂസ് 18 ആലപ്പുഴ. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ നീരവ് മോദി ലണ്ടനിൽ അറസ്റ്റിൽ. ഇന്ത്യയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ലണ്ടൻ കോടതിയുടെ നടപടി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അബ്ദുൾ റഷീദ്, ഇന്നലെ തന്നെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇന്ന് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നും മനസ്സിലാകുന്നു. ഇന്ത്യക്ക് കൈമാറുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? രേണുക, നീരവ് മോഡി 17 മാസമായി രാജ്യം വിട്ട് 13,500 കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പിൽ ഇന്ത്യ 17 മാസമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നീരവ് മോഡി ലണ്ടനിൽ അറസ്റ്റിലായിരിക്കുന്നുവെന്ന വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അദ്ദേഹത്തെ ഇന്ത്യൻ സമയം 3:30 ലണ്ടനിലെ കോടതിയിൽ ഹാജരാക്കുമെന്നും വിവരങ്ങളുണ്ട്. വാർത്ത ലണ്ടൻ അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ലണ്ടൻ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ തന്നെ 13,500 കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ അദ്ദേഹത്തെ ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ദീർഘകാലമായി നടന്നുവരികയാണ്. വാർത്താ സംഘം ബ്രിട്ടനിലെ മാധ്യമപ്രവർത്തകർ ഏതാനും ആഴ്ചകൾ മുമ്പ് നീരവ് മോഡി ലണ്ടനിൽ ഒളിവിൽ കഴിയുന്നതായി, ആഡംബര ജീവിതം നയിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. തുടർന്ന് CNN ന്യൂസ് 18 വാർത്താ സംഘവും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ലണ്ടനിൽ കണ്ടെത്തിയിരുന്നു. മാധ്യമങ്ങളോടൊന്നും തന്നെ നീരവ് മോഡി യാതൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ഒന്നിൽ തിരയുന്ന പ്രതിയെ ഇപ്പോൾ ലണ്ടനിൽ അറസ്റ്റിലായിരിക്കുന്നു. ലണ്ടൻ കോടതി അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഇന്ത്യൻ സമയം 3:30 ലണ്ടനിലെ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ ഏതാനും ആഴ്ചകളായി തന്നെ നടക്കുകയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. നീരവ് മോഡിയെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടുമെങ്കിൽ അതിന് എത്ര ദിവസം എടുക്കും, ഏതൊക്കെ കാര്യങ്ങൾ അതിന് മുന്നോട്ട് നീക്കേണ്ടതായി വരുമെന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തതയില്ല. ലണ്ടനിലെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുള്ളൂ. എന്തായാലും ഇപ്പോൾ വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് നീരവ് മോഡി ലണ്ടനിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന കാര്യം ഏറെക്കുറെ നമുക്ക് സ്ഥിരീകരിക്കാവുന്നതാണ്. റഷീദ്, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോകുന്ന ഒരു സാഹചര്യമാണ്. രാഹുൽ ഗാന്ധി എല്ലാ പ്രസംഗങ്ങളിലും ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അതൊരു പ്രചാരണ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ്, കോൺഗ്രസ് പ്രത്യേകിച്ച്. ആ ഒരു സാഹചര്യത്തിൽ നീരവ് മോദിയുടെ അറസ്റ്റ് ഒരുപക്ഷെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്ന സാഹചര്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ പ്രതിഫലിക്കില്ലേ? ബാങ്ക് തട്ടിപ്പ് കേസുകളിലും സാമ്പത്തിക ക്രമക്കേടുകളിലും പെട്ട രാജ്യത്തിന് വൻ നഷ്ടമുണ്ടാക്കുകയും രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ ഒരു വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത ശേഷം രാജ്യം വിട്ട വ്യക്തികളെ ഇവിടെ തിരിച്ചെത്തിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കുമെന്നുള്ളത് BJP സർക്കാർ എല്ലാ കാലവും മുന്നോട്ട് വെച്ചിരുന്ന ഒരു പ്രധാന വാഗ്ദാനമാണ്. ഏറെക്കുറെ ചില കാര്യങ്ങളിൽ അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നീരവ് മോഡിയെ പോലെയുള്ള വമ്പൻ സ്രാവുകളുടെ കാര്യത്തിൽ ആ ശ്രമങ്ങൾ അധികമൊന്നും വിജയിച്ചിരുന്നില്ല. നമുക്കറിയാം, മുൻപ് നീരവ് മോഡിയെ പറ്റി വന്നിരുന്ന റിപ്പോർട്ടുകൾ ഇത്ര വലിയ ഒരു ബാങ്കിംഗ് തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട ശേഷം ലണ്ടനിലെ ഒരു ബഹുനില ആഡംബര ഫ്ളാറ്റിൽ വളരെ സുഖജീവിതം നയിച്ചു വരികയായിരുന്നു നീരവ് മോഡി. ഇപ്പോഴത്തെ വിവരങ്ങൾ ശരിയാവുകയും നീരവ് മോഡിയുടെ അറസ്റ്റ് രേഖാമൂലം രേഖപ്പെടുത്തി ഇന്ത്യയിലെ ഇത്ര വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ അദ്ദേഹത്തെ ഇന്ത്യക്ക് വിട്ടുതരികാൻ ലണ്ടൻ അധികൃതർ തീരുമാനിക്കുകയും ചെയ്താൽ തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്തി കാണിക്കാവുന്ന ഒരു നേട്ടം തന്നെയായി മാറും എന്നതിൽ സംശയമില്ല. എന്നാൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ 1-2 ദിവസം പൂർത്തിയാകുമെന്ന് കരുതാൻ നിർവാഹമില്ല. നിരവധി നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലണ്ടനിൽ അദ്ദേഹം ഉണ്ട് എന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഇക്കാര്യത്തിൽ